സിനിമയും രാഷ്ട്രീയവും മലയാളിയുടെ ചോരയിൽ കലർന്ന രണ്ട് വികാരങ്ങളാണ്. സിനിമയിൽ വിസ്മയം തീർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഏത് രാഷ്ട്രീയ പക്ഷത്തോടാണ് ചേർന്നു നിൽക്കുന്നത്? പലരും പരസ്യമായ നിലപാടുകൾ പ്രഖ്യാപിച്ചവരാണ്. എന്നാൽ ചിലരുടെ ചായ്വുകൾ ആരാധകർക്ക് ഇന്നും ഒരു കൗതുകമാണ്. നമുക്കൊന്ന് നോക്കിയാലോ ആ ലിസ്റ്റ്. അനശ്വര രാജൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. മമിത ബൈജു കോൺഗ്രസ് അനുഭാവിയാണ്. കല്യാണി പ്രിയദർശൻ കോൺഗ്രസ് അനുഭാവിയാണ്. നയൻതാര BJP അനുഭാവിയാണ്. അനുശ്രീ കോൺഗ്രസ് അനുഭാവിയാണ്. മഞ്ജു വാര്യർ BJP അനുഭാവിയാണ്. മീന കോൺഗ്രസ് അനുഭാവിയാണ്. കാവ്യ മാധവൻ BJP അനുഭാവിയാണ്. അഹാന കൃഷ്ണ BJP അനുഭാവിയാണ്. അഞ്ജലി നായർ BJP അനുഭാവിയാണ്. ലക്ഷ്മിപ്രിയ BJP അനുഭാവിയാണ്. നസ്ലൻ കെ ഗഫൂർ മുസ്ലിം ലീഗ് അനുഭാവിയാണ്. ഉണ്ണി മുകുന്ദൻ BJP അനുഭാവിയാണ്. രമേശ് പിഷാരടി കോൺഗ്രസ് അനുഭാവിയാണ്. ഇന്ദ്രൻസ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പൃഥ്വിരാജ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. നിവിൻ പോളി കോൺഗ്രസ് അനുഭാവിയാണ്. മുകേഷ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. കുഞ്ചാക്കോ ബോബൻ കോൺഗ്രസ് അനുഭാവിയാണ്. ടോവിനോ തോമസ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഹരിശ്രീ അശോകൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. സിദ്ദിഖ് കോൺഗ്രസ് അനുഭാവിയാണ്. ഇന്ദ്രജിത്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ആസിഫ് അലി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ജയറാം കോൺഗ്രസ് അനുഭാവിയാണ്. ധർമ്മജൻ കോൺഗ്രസ് അനുഭാവിയാണ്. മോഹൻലാൽ BJP അനുഭാവിയാണ്. കൃഷ്ണകുമാർ BJP അനുഭാവിയാണ്. സുരേഷ് ഗോപി BJP അനുഭാവിയാണ്. അജു വർഗീസ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഫഹദ് ഫാസിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഹരീഷ് പേരടി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ബിജു മേനോൻ കോൺഗ്രസ് അനുഭാവിയാണ്. മുരളി ഗോപി കോൺഗ്രസ് അനുഭാവിയാണ്. സലീം കുമാർ കോൺഗ്രസ് അനുഭാവിയാണ്. ഭീമൻ രഘു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് കോൺഗ്രസ് അനുഭാവിയാണ്. ദുൽഖർ സൽമാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പ്രിയദർശൻ BJP അനുഭാവിയാണ്. ദേവൻ BJP അനുഭാവിയാണ്. ജഗദീഷ് കോൺഗ്രസ് അനുഭാവിയാണ്. സായി കുമാർ കോൺഗ്രസ് അനുഭാവിയാണ്. വിജയരാഘവൻ കോൺഗ്രസ് അനുഭാവിയാണ്. ജയസൂര്യ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. സുധീർ കരമന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. നിങ്ങളുടെ പ്രിയതാരം ഏത് രാഷ്ട്രീയ പക്ഷത്താണെന്നത് നിങ്ങളുടെ സിനിമാ ഇഷ്ടത്തെ ബാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.